ഫെബ്രുവരിയിലെ 6 വ്യാപാര ദിവസം കൊണ്ട് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് ഒലിച്ചുപോയ പണം എത്രയാണെന്നറിയുമോ? ഒന്നും രണ്ടുമല്ല, 26 ലക്ഷം കോടി രൂപയാണ്. ഡൽഹിയിൽ BJP ഭരണത്തിൽ വന്ന ആഘോഷവുമായിരുന്ന സമയത്ത് വിദേശ നിക്ഷേപകർ പണം ചാക്കിലാക്കി തിരിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ഏപ്രിൽ 1-ന് ആരംഭിക്കുന്ന സാമ്പത്തിക വർഷം ധനമന്ത്രി മൊത്തം കണക്കാക്കുന്ന നികുതി വരുമാനത്തെക്കാൾ കൂടുതലാണ് ആ ഒലിച്ചുപോയ തുക. 25.57 ലക്ഷം കോടി രൂപയാണ് അടുത്ത വർഷം മൊത്തം നികുതി വരുമാനമായി കിട്ടുമെന്ന് കണക്കാക്കുന്നത്. അതിലേറെ തുകയായ 26 ലക്ഷം കോടിയാണ് ഫെബ്രുവരിയിലെ വെറും 6 ദിവസം കൊണ്ട് ഓഹരി വിപണിയിൽ നിന്ന് ആവിയായത്. കാളക്കൂറ്റന്മാർ മേഞ്ഞിരുന്ന ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മെലിഞ്ഞ് ആടിനെ കെട്ടാവുന്ന പരുവത്തിലായി. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. പ്രധാനമന്ത്രി കാണുന്നില്ലേ 26 ലക്ഷം കോടി ഒലിച്ചുപോയത്? ഇന്ത്യയുടെ ഓഹരി വിപണിയിലെ 1000 ഓഹരികൾക്കാണ് 30% മൂല്യം ഇടിഞ്ഞത്. 100 രൂപയ്ക്ക് വാങ്ങിയ ഓഹരിക്ക് 70 രൂപ മാത്രം വില എന്നത് ശരാശരി മാത്രമാണ്. പല ഓഹരികൾക്കും 80% വരെ മൂല്യം കുറഞ്ഞു. ഗതികെട്ടവർ 100 രൂപയ്ക്ക് വാങ്ങിയ ഓഹരിക്ക് ഇപ്പോൾ 20 രൂപയേ മൂല്യമുള്ളൂ എന്നർത്ഥം. ഓഹരിയുടെ മൂല്യം ഇടിയുക എന്നാൽ നിക്ഷേപകന്റെ പണം പോവുക എന്ന് മാത്രമല്ല അർത്ഥം. ആ കമ്പനിയുടെ വിപണി മൂല്യവും നിലംപൊത്തും. ആ മൂല്യം കാണിച്ച് എടുത്തിരുന്ന വായ്പകൾ തിരികെ അടയ്ക്കാൻ പണം കണ്ടെത്തേണ്ടി വരും. ഇതോടെ പലപ്പോഴും കമ്പനികൾ തന്നെ പൂട്ടേണ്ട സ്ഥിതി വരും. സാധാരണ സന്ദർഭങ്ങളിൽ ഓഹരി ഇടിവുണ്ടായാൽ വൈകാതെ തിരിച്ചു കയറും. നിക്ഷേപകർ ലാഭമെടുക്കാനായി വിറ്റൊഴിക്കുമ്പോഴുണ്ടാകുന്ന സാധാരണ സംഭവം മാത്രമാണ് അത്. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് കൂട്ടക്കുരുതിയാണ്. വിപണിയിൽ നിന്ന് എങ്ങനെയും വിറ്റൊഴിച്ച് രക്ഷപ്പെടാൻ നോക്കുകയാണ് വിദേശ നിക്ഷേപകർ. അങ്ങനെയാണ് 6 ദിവസം കൊണ്ട് 26 ലക്ഷം കോടി രൂപയുടെ മൂല്യം ഓഹരികൾക്ക് നഷ്ടമായത്. $1 87 രൂപ 50 പൈസയിലേക്ക് വരെയാണ് നമ്മുടെ കറൻസി ഇടിഞ്ഞു വീണത്. ശ്രീലങ്കയിലും പാകിസ്ഥാനിലും സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങും മുമ്പ് രൂപയുടെ മൂല്യം 87ന്റെ പരിസരത്തായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാനി രൂപയ്ക്ക് 278ഉം ശ്രീലങ്കൻ രൂപയ്ക്ക് 298ഉമാണ് മൂല്യം. നമ്മുടെ രൂപ പിടിവിട്ട് വീഴാൻ തുടങ്ങിയതോടെ റിസർവ് ബാങ്ക് വ്യാപകമായി ഡോളർ വിറ്റൊഴിച്ചു. അങ്ങനെയാണ് കൂടുതൽ തകർച്ച ഒഴിവാക്കിയത്. പക്ഷേ 85ന് മുകളിലുള്ള ഈ നിൽപ്പ് പോലും രൂപയ്ക്ക് താങ്ങാൻ കഴിയുന്നതല്ല. $1 ഉൽപ്പന്നം വാങ്ങാൻ 7 മുതൽ 10 രൂപ വരെ കൂടുതൽ കൊടുക്കേണ്ട സ്ഥിതി. രാജ്യത്താണെങ്കിൽ കാര്യമായ ശമ്പള വർധനയോ തൊഴിൽ വളർച്ചയോ ഉണ്ടായിട്ടുമില്ല. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് സ്വർണ്ണവില. സ്വർണം പവന് 65,000-ന് അടുത്തെത്താൻ കാരണം ഓഹരിയിലെ വിറ്റൊഴിക്കലാണ്. ഓഹരിയിൽ നിന്ന് പിൻവലിക്കുന്ന തുക കൂടുതൽ സുരക്ഷിതമായ സ്വർണത്തിലേക്ക് മാറ്റുകയാണ് നിക്ഷേപകർ. സാധാരണ വലിയ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് മാത്രമാണ് ഇത് കാണുന്നത്. 6 മാസം മുമ്പ് 1600 രൂപയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്ന റിലയൻസ് ഓഹരിക്ക് ഇപ്പോൾ 1200. ഒരു ഓഹരിക്ക് 400 രൂപ കുറയുക എന്നാൽ 144 കോടി 43 ലക്ഷം ഓഹരികൾക്കും അത്ര രൂപ വീതം കുറയുക എന്നാണ്. റിലയൻസിന് മാത്രം 6 മാസം കൊണ്ട് കുറഞ്ഞത് 28,800 കോടി രൂപയാണ്. ഓഹരി തകർച്ച രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യം ഉണ്ട് എന്നതിന്റെ ലക്ഷണമാണ്. ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്ന നയങ്ങൾ കൊണ്ടാണ് ഈ വീഴ്ച എന്നത് കേന്ദ്ര സർക്കാരിനെ ആശ്വസിപ്പിക്കാൻ മാത്രമുള്ള വിവരമാണ്. ട്രംപ് വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ഈ വീഴ്ച. ട്രംപ് ഏർപ്പെടുത്തിയ താരിഫ് തകർച്ചയുടെ ആഴം കൂട്ടി എന്നേയുള്ളൂ. ഓഹരിയുടെ ഈ വില സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കുന്നു എന്നറിയാൻ കേന്ദ്ര സർക്കാരിന്റെ വില വിവര പട്ടിക എടുത്താൽ മതി. അതിൽ മാക്സിമം വില എന്ന് കൊടുത്തിരിക്കുന്നതാണ് ശരിക്കുള്ള മാനദണ്ഡം. കാരണം ആ വില കൊടുക്കാതെ അന്നാട്ടിലെ ജനങ്ങൾക്ക് കഞ്ഞി കുടിക്കാനാവില്ല. വിലയുടെ കാര്യത്തിലെ ശരാശരി എടുത്താൽ അത് തെറ്റാണ്. കാരണം ശരാശരി വില കൊടുത്താൽ ഒരു ഉൽപ്പന്നവും ആരും തരില്ല. അരിയുടെ പരമാവധി വില 67. 1 കിലോ അരി വാങ്ങാൻ നമുക്ക് കേരളത്തിൽ വേണ്ടത് 50 രൂപ. മാഹി ഉൾപ്പെടുന്ന പോണ്ടിച്ചേരിയിൽ 67. ദേശീയ ശരാശരി 42 മാത്രമേ ഉള്ളൂ എന്ന കണക്കുമായി ചെന്നാൽ നമ്മുടെ പലചരക്ക് കടയിൽ നിന്ന് അരി തരുമോ? ഗോതമ്പ് വില 59 വരെ, ആട്ടയ്ക്ക് കിലോയ്ക്ക് 71 വരെ, തുവരപ്പരിപ്പിന് 187,
ഉഴുന്നിന് 161. പഞ്ചസാര കേരളത്തിൽ 44.5 രൂപയാണെങ്കിൽ ലക്ഷദ്വീപിൽ 55 കൊടുക്കണം. രാജ്യത്തെ ഉയർന്ന വില 60. പാമോയിലിന് 176 രൂപ വരെയാണ് ചിലയിടങ്ങളിൽ. കിഴങ്ങിന് 65 വരെയും ഉള്ളിക്ക് 80 വരെയും തക്കാളിക്ക് 100 രൂപ വരെയുമാണ് വില. ഇതൊക്കെ താങ്ങാൻ എത്ര കുടുംബങ്ങൾക്ക് കഴിയും? ഓഹരിയിലെ തകർച്ച അടിയന്തര ഇടപെടൽ അർഹിക്കുന്നത് ഇതുകൊണ്ടാണ്. ഉൽപ്പന്ന വില ചോദിക്കുമ്പോൾ ശരാശരി പറഞ്ഞ് കൈയൊഴിഞ്ഞാൽ ഇന്ത്യ പോലൊരു രാജ്യത്ത് വില പോകില്ല. ഇത്രയും വിശാലമായ രാജ്യത്ത് പലയിടത്തും പല വിലയാണ്. അത് താങ്ങാൻ ആ ജനതയ്ക്ക് കെൽപ്പുണ്ടോ എന്ന അന്വേഷണമാണ് നടത്തേണ്ടത്. ദിവസം 67 രൂപയ്ക്ക് പൊതുവിപണിയിൽ നിന്ന് അരി വാങ്ങേണ്ട കുടുംബങ്ങൾ എങ്ങനെ കഴിയുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ടോ? റേഷൻ അരി വിലക്കുറവിൽ കിട്ടുന്ന നിറമുള്ള കാർഡില്ലാത്തവരാണ് സഹസ്ര കോടികൾ. അവർക്ക് ഈ ഉയർന്ന വില താങ്ങാൻ കഴിയുന്നുണ്ടോ? ഇന്ത്യയിൽ വിപണി ഉണരുന്നില്ല എന്നതിൻ്റെ സൂചകമാണ് ഈ പുറത്തു വരുന്ന കണക്കുകൾ. ഓഹരി വിലത്തകർച്ച പറഞ്ഞു വയ്ക്കുന്നത് നമ്മുടെ കമ്പനികളിലുള്ള പ്രതീക്ഷ ഇല്ലാതാകുന്നു എന്നാണ്. കമ്പനിയിൽ പ്രതീക്ഷയില്ലാതായാൽ അവയെ ആശ്രയിക്കുന്ന ലക്ഷങ്ങളുടെ തൊഴിലിനെ ബാധിക്കും. ഈ കമ്പനികൾ വിപണിയിൽ ഇറക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങളെ ബാധിക്കും. വിപണി തന്നെ അതോടെ തകർന്നടിയുകയും ചെയ്യും. 26 ലക്ഷം കോടിയൊക്കെ വിപണിയിൽ നിന്ന് ഒലിച്ചു പോകുന്നത് കണ്ട് ധനമന്ത്രാലയത്തിന് കൈകെട്ടി നിൽക്കാൻ കഴിയുമോ? സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ. നമസ്കാരം.